ആകർഷകമായ ശമ്പളം, ഭ്രമിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ കാത്തിരിക്കുന്നത് സമ്മർദ്ദം മുതൽ മരണം വരെയാണോ? അമിതമായി ജോലി ചെയ്താലും വൻകിട കമ്പനികൾക്ക് തൊഴിലാളികളോട് മനുഷ്യത്വം കുറയുകയാണോ? സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ ഒരു നിമിഷം ജീവൻ അവസാനിപ്പിച്ചു ഉത്തരം കണ്ടെത്തുന്നു. പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ജോലി ചെയ്തിരുന്ന 26-കാരിയായ യുവതിയുടെ ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള ദാരുണ മരണം ഇന്ത്യയിൽ കോളിളക്കം സൃഷ്ടിച്ചു. അന്ന സെബാസ്റ്റ്യൻ പീരിയലിന്റെ കുടുംബം അവകാശപ്പെടുന്ന സുരക്ഷിതമല്ലാത്തതും ചൂഷണം ചെയ്യുന്നതുമായ തൊഴിൽ അന്തരീക്ഷത്തിന്റെ ആരോപണങ്ങൾ തൊഴിൽ മന്ത്രാലയം ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇന്ത്യക്കാർ എത്രമാത്രം അമിതമായി ജോലി ചെയ്യുന്നവരാണ്? ഈ ജോലിഭാരം നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുമോ? അന്നയുടെ മരണശേഷം അമ്മ അനിത അഗസ്റ്റിന്റെ ഹൃദയസ്പർശിയായ കത്ത് മരണത്തിന് കാരണമായ മകളുടെ നീണ്ട ജോലി സമയത്തിലേക്കും ജോലി സമ്മർദ്ദത്തിലേക്കും വെളിച്ചം വീശുന്നു. ഈ സംഭവം ഇന്ത്യയിലെ അമിത ജോലി സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. അമിത ജോലി മാരകമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്ന ചോദ്യത്തിനും ഇത് കാരണമായിട്ടുണ്ട്. ആദ്യം നോക്കേണ്ടത് ഇന്ത്യയിലെ അമിത ജോലി സംസ്കാരം തന്നെയാണ്. ഇന്ത്യയിൽ വർക്ക് ഇസ് വർഷിപ്പ്. അത് കുറച്ച് കൂടുതലാണോ? ആഴ്ചയിൽ 5 ദിവസം കുറഞ്ഞത് 8 മുതൽ 9 മണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ഒരു മടിയനായി കണക്കാക്കുന്ന നാടാണ് ഇന്ത്യ എന്നും പറയാം. അതാണ് സാഹചര്യം. എന്നാൽ ഇന്ത്യക്കാർ മടിയന്മാരിൽ നിന്ന് വളരെ അകലെയാണെന്ന് തന്നെ പറയാം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILOയുടെ 2024 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ശരാശരി ജോലി സമയം ആഴ്ചയിൽ 46 മണിക്കൂറാണ്. അങ്ങനെ കൂടുതൽ ശരാശരി ജോലി സമയമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും തരക്കേടില്ലാത്ത സ്ഥാനത്തിലുണ്ട്. ഭൂട്ടാൻ, ലെബനൻ, ലെസോത്തോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പാകിസ്ഥാൻ എന്നിവ മാത്രമാണ് ഇന്ത്യക്ക് മുകളിലുള്ളത്. അപ്പോൾ സാഹചര്യം വ്യക്തമാണ്. ഇനി ILOയുടെ ഗ്ലോബൽ വേജ് റിപ്പോർട്ട് 2020-21 COVID-19 കാലത്തെ വേതനവും മിനിമം വേതനവും കാണിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരിൽ ഇന്ത്യക്കാരാണെങ്കിലും ചില ഉപവിഭാഗ ആഫ്രിക്കൻ രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിൽ വേതനം വളരെ കുറവാണ്. ആഗോളതലത്തിൽ മാനവ വിഭവശേഷിയും പ്രാഗൽഭ്യവും നിശ്ചയദാർഢ്യവും ഒക്കെയാണ് ജോലികളിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ സവിശേഷത. അപ്പോഴും ഇത് പോരെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയുമാകാറുണ്ട്. ശതകോടീശ്വര കമ്പനി ഉടമകൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് കൂടുതൽ ജോലി ചെയ്യണമെന്നാണ്. ഇന്ത്യയിലെ യുവാക്കൾ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന ഇൻഫോസിസിന്റെ നാരായണമൂർത്തിയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ രോഷത്തിന് കാരണമായിരുന്നു. BJP MPയും അഭിനേത്രിയുമായ കങ്കണ റണൌട്ടിന്റെ ഓവർസീസ് വർക്ക് സംസ്കാരം സാധാരണമാക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചുള്ള പോസ്റ്റും സ്വീകാര്യമല്ലായിരുന്നു. അമിത ജോലി എത്രത്തോളം അപകടകരമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റിപ്പോർട്ടുകൾ പ്രകാരം പൂനെയിലെ EY ഗ്ലോബലിന്റെ അംഗസ്ഥാപനമായ SR ബാറ്റ്ലിബോയിൽ ജോലി ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റായ അന്നയുടെ മരണകാരണം ഹൃദയാഘാതമാണ്. തീവ്രമായ തൊഴിൽ സംസ്കാരം അന്നയുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചുവെന്നും ഒടുവിൽ മരണത്തിലേക്ക് എങ്ങനെ നയിച്ചു എന്നും അന്നയുടെ അമ്മ EY ഇന്ത്യ ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അസഹ്യമായ ജോലിഭാരം അല്ലെങ്കിൽ അനാരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം ഒരു സാമൂഹ്യ പ്രശ്നമാണെന്നും സർക്കാരുകളും തൊഴിലാളി യൂണിയനുകളും കോർപ്പറേറ്റുകളും ആരോഗ്യ ഉദ്യോഗസ്ഥരും നയങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നും കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞിരുന്നു. ദൈർഘ്യമുള്ള ജോലി സമയം ദാരുണമായ ഫലങ്ങളിലേക്ക് നയിക്കും എന്നതിന് ജപ്പാനിൽ ഒരു പദമുണ്ട്, കരോഷി, അതായത് അമിത ജോലിയിൽ നിന്നുള്ള മരണം. 1969 ഒരു ജാപ്പനീസ് ന്യൂസ് പേപ്പർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 29-കാരൻ മസ്തിഷ്കാഘാതം മൂലം മരിച്ചതാണ് കരോഷിയുടെ ആദ്യത്തെ കേസ്. ഇനി 2021 എൻവയോൺമെന്റ് ഇന്റർനാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം കാണിക്കുന്നത് ആഴ്ചയിൽ 54 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ അമിത ജോലി മൂലം മരിക്കാനുള്ള സാധ്യത കൂടുതൽ ആണെന്നാണ്. ദീർഘമായ ജോലി സമയം മൂലം ഓരോ വർഷവും 7.5 ലക്ഷം ആളുകളാണ് ഇസ്കെമിക് ഹൃദ്രോഗവും പക്ഷാഘാതവും മൂലം മരണപ്പെടുന്നതും. ഇത് ഈ ഗവേഷണം പറയുന്നതാണ്. കൊറോണറി ഹൃദ്രോഗം എന്നും അറിയപ്പെടുന്ന ഇസ്കെമിക് ഹൃദ്രോഗം ഹൃദയപേശികളിലെ രക്തം എത്തിക്കുന്ന ഹൃദയധമനികൾ ചുരുങ്ങുന്നതോ ഇടുങ്ങുന്നതോ മൂലമുണ്ടാകുന്നതാണ്. അമിത ജോലി 2 തരത്തിൽ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഒന്ന്, കാലക്രമേണ വർദ്ധിക്കുന്ന വിട്ടുമാറാത്ത സമ്മർദ്ദം. സ്ട്രെസ് ഹോർമോണുകളുടെ വർധനവിന് കാരണമാകുന്നു. ഇത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്നു. അടുത്തത്, അമിത ജോലി നമ്മെ ബാധിക്കുന്ന മറ്റൊരു അവസ്ഥ അനാരോഗ്യകരമായ പെരുമാറ്റങ്ങളാണ്. മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നവർക്ക് ഉറക്കം കുറഞ്ഞേക്കാം,
ശരിയല്ലാത്ത ഭക്ഷണക്രമവും ഉണ്ടാകാം. വ്യായാമം ചെയ്യാതിരിക്കാം. അതുപോലെ ജോലി സമ്മർദ്ദത്തെ നേരിടാൻ പുകവലിക്കുന്നവരും ഒക്കെ ആകാം. അതുപോലെ ഉത്കണ്ഠ, ദേഷ്യം, ശ്രദ്ധക്കുറവ് എന്നിവയും ആളുകൾക്ക് അനുഭവപ്പെടുന്നു. ഇത് ഉൽപാദനക്ഷമതയിൽ കുറവുണ്ടാക്കുന്നു. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പഠനം അനുസരിച്ച് ആഴ്ചയിൽ 60 മണിക്കൂർ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 40 മണിക്കൂർ ജോലി ചെയ്യുന്നവരെക്കാൾ ശരാശരി ഉൽപാദനക്ഷമത കുറവാണ്. ദീർഘകാല സമ്മർദ്ദം, വിഷാദം തുടങ്ങിയ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകാം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടർന്നാൽ അത് ആത്മഹത്യാ ചിന്തകളിലേക്ക് വരെ നയിച്ചേക്കാമെന്നും പഠനം പറയുന്നു. ഉയർന്ന തലത്തിലുള്ള സമ്മർദ്ദം, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം പോലുള്ള ഹൃദ്രോഗങ്ങൾ ചെറുപ്പക്കാരിൽ ഉണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അമിതമായി ജോലി ചെയ്യുന്നത് മരണത്തിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ അത് അപൂർവമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. വിട്ടുമാറാത്ത സമ്മർദ്ദം, പെട്ടെന്നുള്ള സമ്മർദ്ദപൂരിതമായ സാഹചര്യം, ഹൃദയാഘാതം എന്നിവ പോലുള്ള മറ്റ് ഘടകങ്ങളുമായി കൂടിച്ചേർന്നാൽ മാത്രമേ സമ്മർദ്ദം മൂലമുള്ള ഹൃദയസ്തംഭനം മാരകമാകൂ എന്നാണ് പറയുന്നത്. ഉയർന്ന മർദ്ദമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പതിവായി വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, പുകവലി ഉപേക്ഷിക്കുക. ഇവയിലൂടെ ജീവിതശൈലി മാറ്റുക എന്നതാണ് ആദ്യപടി. പതിവ് ഇടവേളകൾ എടുത്ത് കുറച്ച് ശാന്തമായി സമയം ചെലവഴിക്കുക. സഹായം തേടുന്നതും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നതും സമ്മർദ്ദത്തെ ഒരു പരിധിവരെ നേരിടാൻ സഹായിക്കും. തങ്ങളുടെ ജീവനക്കാർ ആരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് കമ്പനികളും ഉറപ്പാക്കണം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ സഹായം ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ ഹെൽപ്പ് ലൈനുകൾ പോലുള്ള നടപടികളും ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് പ്രധാനമായി പറയാനുള്ളത് ഒന്നേയുള്ളൂ: അമിത ജോലിയെ മഹത്വവൽക്കരിക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു സമയപരിധിയും ഇല്ല.